1809 ഫെബ്രുവരി 12 തോമസ് ലിങ്കൻ്റെയും നാൻസി ലിങ്കൻ്റെയും രണ്ടാമത്തെ കുട്ടിയായി കെൻറ്റക്കിയിലെ ഹാർഡിൻ കൗണ്ടിയിലുള്ള കൃഷിയിടത്തിലെ ഒറ്റമുറിയുള്ള ഒരു മരക്കുടിലിൽ എബ്രഹാം ലിങ്കൺ ജനിച്ചു. 40,000 മൈലുകൾ നീണ്ടുകിടക്കുന്ന പ്രദേശമായിരുന്നു കെൻറ്റക്കി. ലിങ്കണ് 1 വയസ്സുള്ളപ്പോൾ ഇവിടെ ജനസംഖ്യ 4,06,511 ആയിരുന്നു. 1 ചതുരശ്ര മൈലിൽ 2 കുടുംബങ്ങൾ മാത്രമാണ് താമസിച്ചിരുന്നത്. കാടിനുള്ളിലാണ് ലിങ്കൺ കുടുംബം താമസിച്ചിരുന്നത്. വീടിന് ചുറ്റും മൃഗങ്ങളും പക്ഷികളും പ്രകൃതിയുടെ സന്ദേശങ്ങൾ പല ശബ്ദങ്ങളിലൂടെ അറിയിച്ച് വിഹരിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള സാംസ്കാരിക ഔന്നത്യമൊന്നും ആ പ്രദേശത്തിന് അവകാശപ്പെടാനുണ്ടായിരുന്നില്ല. അക്ഷരമറിയുന്നവർ നന്നേ കുറവായിരുന്നു. രോഗം വന്നാൽ ചികിത്സിക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. ആളുകൾ എപ്പോഴും വിയർപ്പൊഴുക്കി പണിയെടുത്തുകൊണ്ടിരുന്നെങ്കിലും ആർക്കും പറയത്തക്ക വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പണി ചെയ്ത് പട്ടിണി കിടക്കുക എന്നതായിരുന്നു ആളുകളുടെ ദിനചര്യ. 1818 ഒരു പകർച്ചവ്യാധി നാട് മുഴുവൻ പടർന്നു പിടിച്ചു. മനുഷ്യരും കന്നുകാലികളും കൂട്ടത്തോടെ മരിക്കാൻ തുടങ്ങി. മിൽക്ക് സിക്നസ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ പകർച്ചവ്യാധി മരണം വിതച്ച് മുന്നേറുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ആളുകൾക്ക് കഴിഞ്ഞുള്ളൂ. ആശുപത്രികളോ ഡോക്ടർമാരോ സമീപത്തെങ്ങും ഉണ്ടായിരുന്നില്ല. 35 മൈൽ ദൂരെയാണ് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നത്. അവിടേക്കെത്താൻ യാത്രാ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മിൽക്ക് സിക്നസ് ലിങ്കൻ്റെ മാതാവ് നാൻസിയെയും ബാധിച്ചു. ചികിത്സ കിട്ടാതെ നാൻസി മരിച്ചു. 1818 ലിങ്കണ് 9 വയസ്സ് മാത്രമുള്ളപ്പോഴായിരുന്നു മാതാവിൻ്റെ മരണം സംഭവിച്ചത്. മാതാവിൻ്റെ മരണശേഷം മൂത്ത സഹോദരി സാറയാണ് ലിങ്കൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത്. സഹോദരി അവന് കഥകൾ പറഞ്ഞുകൊടുത്ത്. കഥകളിൽ ചിലപ്പോൾ അടിമകളുടെ ദുരിതയാത്രകൾ നിറഞ്ഞു. ഉടമകളുടെ ചാട്ടവാറടിയേറ്റ് പുളയുന്ന അടിമകളുടെ ഉടൽ സ്വപ്നത്തിലും ചിലപ്പോൾ അവനെ വേട്ടയാടി. എന്തുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യരെ അടിച്ചമർത്തുന്നതെന്ന് അവൻ ആലോചിച്ചു. ഇതിനിടയിൽ വീട്ടിൽ പുതിയ ഒരു അതിഥി എത്തി. അമ്മയെപ്പോലെ ഒരമ്മ. 1819 തോമസ് വീണ്ടും വിവാഹം കഴിച്ചു. രണ്ടാനമ്മയെ ലിങ്കണ് വളരെയധികം ഇഷ്ടപ്പെട്ടു. രണ്ടാനമ്മ സാറ ബുഷ് ജോൺസ്റ്റൺ 3 കുട്ടികളുള്ള ഒരു വിധവയായിരുന്നു. ലിങ്കൺ അവരെ അമ്മ എന്നു തന്നെ വിളിച്ചു. അവരുടെ മക്കൾ അവൻ്റെ കൂട്ടുകാരായി. ഇനി സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരിക്കുമെന്ന് തോമസ് ലിങ്കണും കരുതി. എന്നാൽ മരണം ആ കുടുംബത്തിൽ വീണ്ടും കയറിയിറങ്ങി. 20-ാം വയസ്സിൽ സഹോദരി സാറ മരിച്ചു. സഹോദരിയുടെ മരണം ലിങ്കണ് താങ്ങാനാവാത്ത ആഘാതമായിരുന്നു. അമ്മയെപ്പോലെ തന്നെ ലാളിച്ചിരുന്ന സഹോദരി അനക്കമറ്റ് മുന്നിൽ കിടക്കുന്നത് അവൻ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. കുടുംബം ദാരിദ്ര്യത്തിൻ്റെ ചതുപ്പിലേക്ക് പടിപടിയായി താഴുകയായിരുന്നു. ദുരിതപൂർണമായ ജീവിതത്തിനിടയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊന്നും ലിങ്കണ് ലഭിച്ചില്ല. 1 വർഷത്തിൽ താഴെ മാത്രമേ അവന് പള്ളിക്കൂടത്തിൽ പോകാൻ കഴിഞ്ഞുള്ളൂ. മകനെ നല്ലൊരു തൊഴിലാളിയാക്കി മാറ്റാനായിരുന്നു അച്ഛന് താൽപ്പര്യം. ലിങ്കണാകട്ടെ കഠിനാധ്വാനം ഇഷ്ടമായിരുന്നില്ല. കഠിനാധ്വാനം ദിനചര്യയാക്കിയവർക്കിടയിൽ സ്വപ്നം കാണുന്ന കണ്ണുകളുമായി നടന്നിരുന്ന ലിങ്കണെ അയൽക്കാരും ബന്ധുക്കളും അലസനെന്ന് വിളിച്ചു. എഴുത്തുകാരനാവുക എന്നതായിരുന്നു ലിങ്കൻ്റെ ആഗ്രഹം. കഥകളും കവിതകളും നോവലുകളും എഴുതണം. കൂട്ടുകാരോടെല്ലാം അവൻ തൻ്റെ ഈ ആഗ്രഹം പറഞ്ഞിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻ കൊച്ചു കവിതകൾ എഴുതി, കഥകൾ പറഞ്ഞ് കൂട്ടുകാരെ അത്ഭുതപ്പെടുത്തി. ഭാവനയിൽ അവൻ തീർത്ത കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും കൂട്ടുകാരെ രസിപ്പിച്ചു. എഴുത്തും വായനയുമെല്ലാം അവൻ സ്വയം പഠിച്ചു. പുസ്തകങ്ങളാണ് യഥാർത്ഥ ഗുരുനാഥന്മാർ.
എന്തും വായിച്ചു പഠിക്കാമെന്ന ഉറച്ച പ്രത്യാശ കുട്ടിക്കാലം മുതലേ ലിങ്കൺ ഉണ്ടായിരുന്നു. അലസനെന്ന് പഴികേട്ട ലിങ്കൺ വിറക് വെട്ടിയും വീട്ടുജോലികൾ ചെയ്തും പണമുണ്ടാക്കി പുസ്തകങ്ങൾ വാങ്ങി. കടം വാങ്ങിയ പുസ്തകങ്ങളിൽ നിന്നും ആവശ്യമുള്ള ഭാഗങ്ങൾ പകർത്തിയെടുത്തു. ചിലപ്പോൾ പുലരും വരെ ഇരുന്ന് വായിക്കും. രാത്രിയിൽ വീടിനുള്ളിലിരുന്ന് വായിക്കാൻ വിളക്ക് കത്തിക്കണം. വിളക്കിലൊഴിക്കാൻ എണ്ണ വാങ്ങുകയെന്ന ദൂരത്തിനുള്ള പണമെന്നും ലിങ്കൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവൻ തെരുവിലെ വിളക്കുകാലിന് ചുവട്ടിലിരുന്ന് വായിച്ചു. ആളുകൾക്ക് അതൊരു പുതിയ കാഴ്ചയായിരുന്നു. തോമസിൻ്റെ മകന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിലർ പറഞ്ഞു. അവൻ്റെ വിജ്ഞാനദാഹത്തെ വിലമതിക്കുന്നവരും ഉണ്ടായിരുന്നു. നമുക്കൊന്നുമില്ലാത്ത എന്തോ ഒന്ന് ഇവനിലുണ്ടെന്ന് മുതിർന്ന ചിലർ അവനെ കാണെ അടക്കം പറഞ്ഞു. പ്രായം ചെന്ന ഒരു ബന്ധു ഒരു ദിവസം അവനെ നോക്കി പറഞ്ഞു, "ഇതാ തെക്ക് നിന്നുള്ള പിടികെട്ടാത്ത ഒരന്യൻ." ആളുകൾ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിലും തൊഴിലിനെ സ്നേഹിക്കുന്നില്ലെന്ന് ലിങ്കണ് മനസ്സിലായിരുന്നു. തൻ്റെ അയൽക്കാരനോട് ഒരു ദിവസം അവൻ പറഞ്ഞു, "എൻ്റെ പിതാവ് എന്നെ തൊഴിൽ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും തൊഴിലിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ല." ജോലികൾ ചെയ്തതിനു ശേഷം ആളുകൾക്കിടയിലിരുന്ന് കഥകൾ പറയാനും അവർ പറയുന്നത് കേൾക്കാനും ലിങ്കണ് വലിയ താല്പര്യമായിരുന്നു. പണിയെടുത്തതിനു ശേഷം കുറേ സമയം അലസനായി ഇരിക്കുകയും വേണമെന്ന് അവൻ കൂട്ടുകാരോട് പറഞ്ഞു. അവൻ്റെ അലസത കണ്ട് ഒരു ദിവസം ഒരു കർഷകൻ്റെ ഭാര്യ അവനോട് ചോദിച്ചു, "നീ എന്താവാനാണ് പോകുന്നത് എബി?" ഒട്ടും സംശയിക്കാതെ അവൻ പറഞ്ഞു, ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പ്രസിഡന്റ് ആവാൻ പോകുന്നു." അലസനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന എബി ഉത്തരവാദിത്തങ്ങൾ ഒന്നൊന്നായി ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് ആളുകൾ കണ്ടത്. കൗമാരപ്രായത്തിലെത്തിയ എബി കെട്ടിടം പണിക്കും റെയിൽ റോഡുകളുടെ നിർമ്മാണ ജോലികൾക്കും പോയി തുടങ്ങി. ജോലികൾ മാറി മാറി ചെയ്യുമ്പോഴും വായനയിലുള്ള താല്പര്യം അവൻ നിലനിർത്തി. വായന അവനൊരു ധ്യാനം തന്നെയായിരുന്നു. വായിച്ച പുസ്തകങ്ങളിലെ ആശയങ്ങൾ തൻ്റെ ചിന്തയുടെ ഭാഗമാക്കി മാറ്റാൻ അവൻ ശ്രമിച്ചു. തുളച്ചുകയറുന്ന നർമ്മവും പ്രഭാഷണ ചാതുര്യവും ലിങ്കണ് ലഭിച്ചത് ഈ വായനയിൽ നിന്നാണ്. വായിക്കാനുള്ള പുസ്തകങ്ങൾ ലഭിക്കാനായിരുന്നു പ്രയാസം. ദാരിദ്ര്യം വിളിച്ചറിയിക്കുന്ന വേഷത്തിൽ നടന്ന എബിയെ ഏതാൾക്കൂട്ടത്തിലും ആളുകൾ ശ്രദ്ധിക്കുമായിരുന്നു. അതിനു കാരണം അവൻ്റെ ശരീരമാണ്. 6 അടി 4 ഇഞ്ച് ഉയരമുള്ള ഉറച്ച ശരീരമാണ് അവനുണ്ടായിരുന്നത്. ശരീരത്തിന് അവയവപ്പൊരുത്തമുണ്ടായിരുന്നില്ല. നീണ്ട കൈകാലുകളും ചെറിയ നെഞ്ചും ഉന്തി നിൽക്കുന്ന താടിയെല്ലുകളും കവിളെല്ലുകളും ലിങ്കണെ ഒരു വിചിത്ര മനുഷ്യനാക്കി മാറ്റിയിരുന്നു. വളർച്ചയുടെ ഘട്ടത്തിൽ വേണ്ടത്ര ആഹാരം ലഭിക്കാത്തത് കൊണ്ടാണ് ലിങ്കണ് ഇങ്ങനെയൊരു രൂപം വന്നു ചേർന്നതെന്ന് പറയുന്നവരുണ്ട്. 5 അടിയിൽ അല്പം കൂടുതൽ ഉയരമുള്ള ഒരു ശരാശരി ഉയരക്കാരനായിരുന്നു അച്ഛൻ തോമസ് ലിങ്കൺ. അമ്മയ്ക്കും ശരാശരി ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ. കൂറ്റൻ ശരീരം അവനെ കൂട്ടുകാർക്കിടയിൽ ധീരനായകനാക്കി. ഇച്ഛാശക്തിയിൽ അവൻ അജയനായിരുന്നു. അസാമാന്യമായ കരുത്തായിരുന്നു അവനും. എബിയെപ്പോലെ മരം വെട്ടാൻ ആ പ്രദേശത്തുള്ള ആർക്കും കഴിയുമായിരുന്നില്ല. ഒരൊറ്റ വെട്ടിന് കോടാലിയെ മരത്തിൻ്റെ കാതലിലേക്ക് ആഴത്തിൽ തറപ്പിക്കാൻ അവന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ജോലികൾ ഏൽപ്പിക്കാൻ എല്ലാവർക്കും താല്പര്യമായിരുന്നു. 19-ാം വയസ്സിൽ ലിങ്കൺ ഓഹിയോ നദിയിലൂടെയും മിസിസിപ്പി നദിയിലൂടെയും ഒരു യാത്ര നടത്തി. ന്യൂ ഓർലിയൻസിൽ എത്തുക എന്നതായിരുന്നു യാത്രയുടെ ഉദ്ദേശം. ന്യൂ ഓർലിയൻസിലേക്ക് ഫ്ലാറ്റ് ബോട്ടിൽ നടത്തിയ ഈ യാത്ര ലിങ്കൻ്റെ വ്യക്തിത്വ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തി. അതുവരെ ഏറെക്കുറെ അച്ഛൻ്റെ വരുമാനത്തെ ആശ്രയിച്ചാണ് ലിങ്കൺ ജീവിച്ചിരുന്നത്. ഈ യാത്ര ലിങ്കൻ്റെ തൊഴിൽ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി. ഫ്ലാറ്റ് ബോട്ട് വ്യാപാരവും നദീ വാണിജ്യവും അക്കാലത്ത് പുരോഗതി പ്രാപിച്ചു വരികയായിരുന്നു. മാസം $8 ലിങ്കൺ സമ്പാദിച്ചു. ഈ ജോലി ലിങ്കണെ അച്ഛൻ്റെ ലോകത്തു നിന്നും അകറ്റി.
അമേരിക്കയുടെ വിശാലതയും സാമൂഹികവും സാംസ്കാരികവുമായ വൈവിധ്യവും മനസ്സിലാക്കാൻ ഈ യാത്ര ലിങ്കണെ സഹായിച്ചു. മിസിസിപ്പി താഴ്വരയിലെ അടിമത്തം നിലനിൽക്കുന്ന പ്രദേശങ്ങൾ നേരിൽ കാണാൻ ഈ യാത്ര ലിങ്കണെ സഹായിച്ചു. മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും നിന്ദ്യമായ അവസ്ഥയാണ് അടിമത്തമെന്ന് ലിങ്കൺ മനസ്സിലാക്കി. അടിമകളെപ്പോലെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അടിമകളെ ലിങ്കൺ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അടിമത്തം മനുഷ്യജീവിതത്തിൻ്റെ ഇരുണ്ട സമസ്യയാണെന്ന് ലിങ്കൺ മനസ്സിലാക്കി. ജീവിതകാലം മുഴുവൻ അടിമത്തത്തെ വെറുക്കാൻ ഈ യാത്ര ലിങ്കണെ സഹായിച്ചു. ന്യൂ ഓറിയൻസിലേക്കുള്ള ഫ്ലാറ്റ് ബോട്ട് യാത്രയിലാണ് ലിങ്കണ് ജോലി ചെയ്തതിന് പ്രതിഫലമായി $1 ആദ്യമായി ലഭിച്ചത്. ഇന്ത്യാനയിലെ റോക്ക് പോർട്ടിൽ നിന്നും ഓഹിയോ നദിയിലൂടെ യാത്ര ആരംഭിച്ചത് 1828 ഏപ്രിൽ 18-നാണ്. 1830 മിൽക്ക് സിക്നസ് ഇന്ത്യാനയിൽ പടർന്നു പിടിച്ചു. തോമസ് ലിങ്കൺ ഉടൻ ഇന്ത്യാന വിട്ടുപോകാൻ ആഗ്രഹിച്ചു. ഇല്ലിനോയിയിലേക്ക് പോകാനാണ് തോമസ് ലിങ്കൺ ആഗ്രഹിച്ചത്. ഇല്ലിനോയി അക്കാലത്ത് അടിക്കടി പുരോഗമിച്ചു കൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം വിറ്റ് വീട്ടുസാധനങ്ങളെല്ലാം പെറുക്കിക്കെട്ടി ലിങ്കൺ കുടുംബം പുതിയ താമസ സ്ഥലത്തേക്ക് യാത്രയായി. എബിക്ക് 21 വയസ്സായി. ബാല്യവും കൗമാരവും പിന്നിട്ട് യുവത്വത്തിലേക്ക് പദമൂന്നി കഴിഞ്ഞു. എബിയുടെ കാര്യത്തിൽ ഏറെ ഉത്കണ്ഠ അവൻ്റെ രണ്ടാനമ്മയ്ക്കായിരുന്നു. ധാർമ്മിക വിശുദ്ധിയുടെ ആൾരൂപമായാണ് ലിങ്കൺ യുവത്വത്തിലേക്ക് കാലൂന്നിയത്. അക്കാലത്ത് ചെറുപ്പക്കാരിൽ വ്യാപകമായി കണ്ടുവന്നിരുന്ന മദ്യപാന ശീലമോ കുത്തെഴിഞ്ഞ ജീവിതമോ ഒന്നും എബിയെ സ്പർശിച്ചിരുന്നില്ല. ചൂതുകളിക്കാർക്കിടയിൽ അവൻ ചൂതുകളിക്കെതിരെ സംസാരിച്ചു. സത്യസന്ധനായിരിക്കുക എന്നതായിരുന്നു എബിയുടെ ആദർശം. തനിക്ക് അപകടം നേരിട്ടേക്കാവുന്ന സന്ദർഭങ്ങളിലും എബി സത്യം തന്നെ പറഞ്ഞു. ധാരാളം കൂട്ടുകാർ എബിക്കുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നു അവന്. ലിങ്കന്റെ കൂറ്റൻ ശരീരവും കായിക ശക്തിയും കണ്ട ഒരു അയൽക്കാരൻ ലിങ്കണോട് ഒരു ഇരുമ്പ് പണിക്കാരനാവാൻ ഉപദേശിച്ചു. ലിങ്കൺ അത് ഗൗരവത്തിലെടുത്തു. ഇരുമ്പ് പണി പഠിക്കാൻ എന്താണ് ചെയ്യുകയെന്ന് ആലോചിക്കുകയും ചെയ്തു. അയാൾ തൻ്റെ കടയിൽ ലിങ്കണ് ഒരു ഗുമസ്തൻ്റെ ജോലി കൊടുത്തു. ജോലി ലിങ്കൺ സ്വീകരിച്ചു. വായിക്കാൻ ധാരാളം സമയം ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ് ലിങ്കൺ ആ ജോലി സ്വീകരിച്ചത്. റോബർട്ട് ബേൺസിൻ്റെയും ഷേക്സ്പിയറുടെയും കൃതികൾ ഇക്കാലത്താണ് ലിങ്കൺ വായിച്ചത്. നല്ല പെരുമാറ്റവും ആജ്ഞാശക്തിയും സ്വഭാവ വൈശിഷ്ട്യവുമെല്ലാം ലിങ്കണ് പൊതുസമ്മതി നേടിക്കൊടുത്തു. ലിങ്കന്റെ വാക്കുകൾക്കെതിരെ എതിരഭിപ്രായം പറയാൻ ആളുകൾ പലപ്പോഴും മടിച്ചു. ലിങ്കണാകട്ടെ സ്വന്തം അഭിപ്രായങ്ങൾ ആരുടെ മേലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചില്ല. ആരുടെ അഭിപ്രായവും ലിങ്കൺ ശ്രദ്ധിച്ചു കേൾക്കും. മനുഷ്യരുടെ സംസാരിക്കാനുള്ള കഴിവിനെ വല്ലാതെ വിലമതിച്ചു. മറ്റുള്ളവരുടെ മനസ്സിൽ തട്ടുന്ന ഒരു വാക്കെങ്കിലും പറയാതെ ഒരു മനുഷ്യനും ഈ ഭൂമി വിട്ടു പോകുന്നില്ല എന്നതായിരുന്നു ലിങ്കന്റെ അഭിപ്രായം. ജലയാത്രയുടെ മറ്റൊരനുഭവം ലിങ്കൺ ഉണ്ടായത് സംഗമോൺ നദിയിലൂടെ ഒരു സിൻസിനാറ്റി സ്റ്റീം ബോട്ട് ഓടിച്ചതാണ്. വസന്തകാലത്ത് നദിയിൽ ഏറ്റവും അധികം ജലപ്പെരുപ്പമുള്ള സമയത്തായിരുന്നു ഈ യാത്ര. ഈ സമയത്താണ് ബ്ലാക്ക് ഹാവ്ക്ക് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. സാക്ക് ഇന്ത്യക്കാരുടെ നേതാവായിരുന്നു ബ്ലാക്ക് ഹാവ്. അയൽപ്രദേശത്തെ മറ്റു ചില ഇന്ത്യൻ വർഗങ്ങളുമായി ചേർന്ന് ബ്ലാക്ക് വെള്ളക്കാർക്കെതിരെ യുദ്ധം ആരംഭിച്ചു. ബ്രിട്ടീഷ് ബാൻഡ് എന്ന പേരിലാണ് ബ്ലാക്കിൻ്റെ സൈന്യം അറിയപ്പെട്ടിരുന്നത്. ബ്ലാക്കും സൈന്യവും 1832 മിസിസിപ്പി നദി കടന്ന് ഇല്ലിനോയിലെത്തി.
1804 സെന്റ് ലൂയിസ് കരാറിലൂടെ നഷ്ടപ്പെട്ട ഗോത്രവർഗക്കാരുടെ ഭൂമി തിരിച്ചു പിടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ബ്ലാക്കിൻ്റെ സംഘം ശക്തമാണെന്ന് മനസ്സിലാക്കിയ US അധികൃതർ പെട്ടെന്നൊരു സൈന്യത്തെ സംഘടിപ്പിക്കാൻ വട്ടം കൂട്ടി. യുദ്ധത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഗവർണർ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ലിങ്കൺ ഉടൻ സൈന്യത്തിൽ ചേരാൻ സന്നദ്ധനായി. യുദ്ധത്തിൽ ക്യാപ്റ്റനായാണ് ലിങ്കനെ തിരഞ്ഞെടുത്തത്. ക്യാപ്റ്റനെ തിരഞ്ഞെടുത്ത രീതി സവിശേഷതയുള്ളതായിരുന്നു. ലിങ്കണെയും മറ്റൊരാളെയും ഗ്രൗണ്ടിൽ നിർത്തി ഇവരിൽ ആരുടെ പിന്നിൽ അണിനിരക്കാനാണോ താൽപ്പര്യം അവരുടെ പിന്നിൽ ചെന്ന് നിൽക്കാൻ സൈനികരോട് പറഞ്ഞു. അവിടെ കൂടിയിരുന്ന സൈനികരിൽ 3/4 പങ്കും ലിങ്കന്റെ പിന്നിൽ അണിനിരന്നു. ലിങ്കണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന മതിപ്പ് അത്രമാത്രം വലുതായിരുന്നു. ബ്ലാക്കിൻ്റെ സംഘത്തിനെതിരെ US സൈന്യം ആയുധം പ്രയോഗിക്കാൻ ആരംഭിച്ചതോടെ ബ്ലാക്കും സംഘവും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പിന്മാറി. US സൈന്യം ഇവരെ പിന്തുടർന്നു. ഈ സമയം ചില ഗോത്രവർഗക്കാരും ബ്ലാക്കിൻ്റെ കൂടെ കൂടി. ഗോത്രവർഗക്കാരിൽ ചിലർ US സൈന്യത്തെയും പിന്തുണച്ചു. ജനറൽ ഹെൻറി അറ്റ്കിൻസൺ ആയിരുന്നു US സൈന്യത്തിൻ്റെ നായകൻ. ബ്ലാക്കിൻ്റെ സൈന്യത്തെ ഹെൻറി പരാജയപ്പെടുത്തി. ബ്ലാക്കിൻ്റെ സൈന്യം വിശപ്പും ദാഹവും സഹിച്ച് ദുർബലമായി കഴിഞ്ഞിരുന്നു. പലരും മരിച്ചു, പലരും രോഗികളായി. ബ്ലാക്കിൻ്റെ സൈന്യത്തെ US സൈന്യം തിരഞ്ഞു പിടിച്ചു വധിച്ചു. ബ്ലാക്കും കൂട്ടരും രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് അവർ US സൈന്യത്തിന് കീഴടങ്ങി. എബ്രഹാം ലിങ്കൺ പങ്കെടുത്തു എന്നതുകൊണ്ടാണ് ഈ യുദ്ധം പിൽക്കാലത്ത് അനുസ്മരിക്കപ്പെട്ടത്. US മിലീഷ്യ എന്ന പേരിൽ അറിയപ്പെട്ട യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഇല്ലിനോയ് മിലീഷ്യയുടെ ഒരു വാളണ്ടിയർ ക്യാപ്റ്റനായി 1832 ഏപ്രിൽ 21 മുതൽ 1832 ജൂലൈ 10 വരെ ലിങ്കൺ പ്രവർത്തിച്ചു. ആദ്യമായായിരുന്നു ലിങ്കൺ യുദ്ധം നേരിൽ കാണുന്നത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ശവമടക്കിൽ സഹായിക്കുക എന്നതായിരുന്നു ലിങ്കന്റെ പ്രധാന ജോലി. യുദ്ധത്തിലെ ലിങ്കന്റെ സേവനങ്ങൾ വളരെയധികം വിലമതിക്കപ്പെട്ടിരുന്ന ഇക്കാലത്ത് ധാരാളം രാഷ്ട്രീയ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ ലിങ്കണ് കഴിഞ്ഞു. യുദ്ധത്തിൽ പങ്കെടുത്തതിന് പ്രതിഫലമായി US ഗവൺമെന്റിൽ നിന്നും കുറച്ച് ഭൂമി പതിച്ചു കിട്ടുകയും ചെയ്തു. കഴിവുറ്റ ഒരു സേനാനായകനാവാൻ തക്ക യോഗ്യതകൾ ലിങ്കൺ ഉണ്ടെന്ന് യുദ്ധരംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തെളിയിച്ചു. യുദ്ധം ലിങ്കൺ ഒരു വിനോദയാത്ര പോലെയായിരുന്നു. പോരാടേണ്ട സന്ദർഭങ്ങൾ കുറവായിരുന്നു. 1833 ലിങ്കൺ ന്യൂസെലമിലെ പോസ്റ്റ് മാസ്റ്ററായി നിയമിതനായി. പത്രങ്ങൾ വായിക്കാനുള്ള അവസരം ലഭിച്ചു എന്നതായിരുന്നു ഈ ജോലി കൊണ്ടുള്ള പ്രധാന നേട്ടം. 1830കളുടെ ആരംഭത്തിൽ ഇല്ലിനോയിൽ കുടിയേറ്റം വളരെയധികം വർദ്ധിച്ചു. ഭൂമി അളക്കുന്ന സർവേയർമാരുടെ സേവനം അത്യാവശ്യമായി വന്നു. ഗവൺമെന്റിന്റെ സർവേയറായിരുന്ന ജോൺ കൽഹൗണിന് പെട്ടെന്നൊരു സഹായിയുടെ ആവശ്യം നേരിട്ടു. ലിങ്കണാണ് അതിന് ഏറ്റവും ചേർന്നയാളെന്ന് കൽഹൗണിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. ഏറ്റെടുത്ത ജോലികൾ കൃത്യമായി ചെയ്യാൻ ലിങ്കണേക്കാൾ കഴിവുള്ള ഒരാളെ കണ്ടെത്തുക പ്രയാസമായിരുന്നു. സർവേയറായി നിയമിതനായ ലിങ്കൺ ആ ജോലിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് രാവും പകലും ഇരുന്ന് വായിച്ചു. ലിങ്കന്റെ സുഹൃത്തുക്കൾ ഇത് ശ്രദ്ധിച്ചിരുന്നു. പഠനം ലിങ്കണെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നുണ്ടെന്ന് സുഹൃത്തുക്കൾ മുന്നറിയിപ്പ് നൽകി. 6 ആഴ്ചക്കാലത്തെ കഠിനമായ പരിശ്രമം കൊണ്ട് ലിങ്കൺ സർവേയറുടെ ജോലി ചെയ്യാനുള്ള മികച്ച കഴിവ് നേടി. സർവേയറായി ചങ്ങല വലിക്കുക മാത്രമല്ല ലിങ്കൺ ചെയ്തത്. കുടിയേറ്റ മേഖലയിലെ ജീവിതം ലിങ്കൺ പഠിച്ചു. മണ്ണും മനുഷ്യരും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബന്ധം ലിങ്കൺ മനസ്സിലാക്കി. സർവേയറായി ജോലി ചെയ്യുന്ന കാലത്താണ് ലിങ്കൺ ജീവിതത്തിൽ ആദ്യമായി പ്രണയത്തിൻ്റെ ഖേദവും ഹർഷവും അനുഭവിച്ചറിയുന്നത്. ആൻ റൂട്ട്ലിഡ്ജ് ആയിരുന്നു ലിങ്കന്റെ പ്രണയിനി.
സുന്ദരിയായ ആ പെൺകുട്ടിയെ ലിങ്കൺ പ്രാണനെപ്പോലെ സ്നേഹിച്ചിരുന്നു. അവളെ വിവാഹം ചെയ്യണമെന്ന തീവ്രമായ ആഗ്രഹവും ലിങ്കൺ ഉണ്ടായിരുന്നു. പ്രേമം അതിൻ്റെ വിശുദ്ധ മലരുകൾ വിരിയിച്ച് സൗരഭ്യം പരത്തിക്കൊണ്ടിരുന്ന സമയത്ത് ആൻ മരിച്ചു. ലിങ്കണ് അതൊരാഘാതമായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ലിങ്കന്റെ മനസ്സിനെയും ശരീരത്തെയും ഉഴുതുമറിച്ചു. കൈകളിൽ മുഖം താങ്ങി എപ്പോഴും കുനിഞ്ഞിരിക്കുന്ന എബിയെ കൂട്ടുകാർ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മുഖമുയർത്തുമ്പോഴൊക്കെ ലിങ്കന്റെ നിറഞ്ഞ കണ്ണുകൾ ചങ്ങാതിമാർ കണ്ടു. അവളെ മറക്കാൻ ഒരു സുഹൃത്ത് ഒരു ദിവസം കേണപേക്ഷിച്ചു. ഇടറിയ ശബ്ദത്തിൽ ലിങ്കൺ പറഞ്ഞു, എനിക്കതിനെങ്ങനെ കഴിയാനാണ്? അവളുടെ കല്ലറയ്ക്ക് മുകളിൽ മഞ്ഞു പെയ്യുന്നതും മഴ പെയ്യുന്നതും ഓർക്കുമ്പോൾ എനിക്കുള്ള സങ്കടം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ആനുമായി ബന്ധപ്പെട്ട ഒരു കാവ്യശകലം എപ്പോഴും ലിങ്കന്റെ മനസ്സിലുണ്ടായിരുന്നു. ഹോ വൈ ഷുഡ് ദ സ്പിരിറ്റ് ഓഫ് മോർട്ടൽ ബി പ്രൗഡ്. ഈ കാവ്യശകലം ആനിനു വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ജീവിതത്തിലുടനീളം ലിങ്കൻ ഈ കാവ്യശകലം കൂടെ കൊണ്ട് നടന്നിരുന്നു. പലപ്പോഴും ഈ വരികൾ അദ്ദേഹം ആവർത്തിച്ചുരുവിട്ടു. ജീവിതത്തിൽ ഒരിക്കലും ലിങ്കൺ അവളെ മറന്നില്ല. ഒരിക്കൽ ലിങ്കൺ പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹിച്ച ആ പെൺകുട്ടിയെക്കുറിച്ച് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു. ഏതു ദുഃഖത്തെയും സഹജീവി സ്നേഹം കൊണ്ട് മറികടക്കാൻ ലിങ്കണ് കഴിയുമായിരുന്നു. കാരണം ചരിത്രം നിയോഗിച്ച ഒരു മനുഷ്യനായിരുന്നു ലിങ്കൺ. ആ മനുഷ്യന് മുന്നിൽ അനന്തമായ പാതകളായിരുന്നു. മലരുകളേക്കാൾ കൂടുതൽ മുള്ളുകൾ വീണുകിടക്കുന്ന ആ പാതകളിലേക്ക് ലിങ്കൺ കാലെടുത്ത് വെക്കുകയായിരുന്നു. ഗുമസ്തനായും സ്റ്റോർ കീപ്പറായും പോസ്റ്റ് മാസ്റ്ററായും ന്യൂസലമിൽ ജോലി ചെയ്തുകൊണ്ട് ലിങ്കണുണ്ടായ ഒരു പ്രധാന നേട്ടം ജനങ്ങളുമായുണ്ടായ അടുപ്പമാണ്. ആളുകൾ ലിങ്കന്റെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടരായിരുന്നു. സത്യധർമ്മങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത വ്യക്തി എന്ന നിലയിൽ ലിങ്കൺ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിക്കഴിഞ്ഞിരുന്നു. സർവേയറുടെ ജോലി ലിങ്കണ് വീണ്ടും ജനസമ്മതി നേടിക്കൊടുത്തു. തികഞ്ഞ സാമൂഹിക ബോധം കൈമുതലായി ഉണ്ടായിരുന്ന ലിങ്കൺ ഏത് ജോലി ചെയ്യുമ്പോഴും അത് പരോപകാരപ്രദമായിരിക്കണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. സ്ഥിരമായ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് ഓരോ മാസവും ഓരോ ജോലി എന്നതായിരുന്നു ലിങ്കന്റെ അക്കാലത്തെ തൊഴിൽ രീതി. ജോലിയിൽ നിന്നും കാര്യമായ വരുമാനമൊന്നും ലഭിച്ചിരുന്നില്ലെങ്കിലും ജനങ്ങളുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഓരോ ജോലിയും ലിങ്കനെ സമ്പന്നനാക്കി. സുഹൃത്തുക്കളായിരുന്നു ലിങ്കന്റെ പ്രധാന സമ്പത്ത്. രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ യോഗ്യതകളെല്ലാം യൗവനത്തിൽ തന്നെ ലിങ്കൺ നേടിക്കഴിഞ്ഞിരുന്നു. 1832 23-ാം വയസ്സിൽ ലിങ്കന്റെ രാഷ്ട്രീയ പ്രവേശം സംഭവിക്കുകയും ചെയ്തു. ബ്ലാക്ക് ഹാക്ക് യുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത്. ഇല്ലിനോയിയിലെ ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ലിങ്കൺ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. ഈ സമയത്ത് തന്നെയാണ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ലിങ്കണെ വിളിച്ചത്. തെരഞ്ഞെടുപ്പിന് വെറും 10 ദിവസം മാത്രം ശേഷിക്കെയാണ് ലിങ്കൺ യുദ്ധരംഗത്ത് നിന്നും തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ കണ്ട് സംസാരിക്കാനുള്ള സമയമൊന്നും ലിങ്കണ് ലഭിച്ചില്ല. എന്നാൽ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ ഗംഭീരമായ ഒരു പ്രസംഗം നടത്തി. ലിങ്കന്റെ സ്വഭാവ സവിശേഷതകളുടെ ഒരു പ്രദർശനം പോലെയായിരുന്നു ആ പ്രസംഗം. മനുഷ്യജീവിത യാഥാർത്ഥ്യങ്ങളിൽ തൊടുന്ന മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചാണ് ലിങ്കൺ സംസാരിച്ചത്. കേൾക്കുന്നവർക്ക് ലിങ്കൺ അവരിൽ ഒരാളാണെന്ന് തോന്നി. ഞാൻ വിനീതനായ എബ്രഹാം ലിങ്കനാണ്. നിയമനിർമ്മാണ സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞാൻ തീരുമാനിച്ചത് എൻ്റെ പല സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ്. ഒരു വൃദ്ധയുടെ നൃത്തം പോലെ ഹ്രസ്വവും മധുരതരവുമാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം. നമുക്കൊരു ദേശീയ ബാങ്ക് വേണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. ആഭ്യന്തര പരിഷ്കരണ സംവിധാനം ഉണ്ടാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ വികാരങ്ങൾ. രാഷ്ട്രീയ ദർശനങ്ങൾ ഇവയൊക്കെ തന്നെ. എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും. തിരഞ്ഞെടുത്തില്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും എന്നിങ്ങനെയായിരുന്നു ലിങ്കന്റെ പ്രസംഗം. ആൾക്കൂട്ടം എവിടെ കണ്ടാലും അങ്ങോട്ട് ചെന്ന് അവരിൽ ഒരാളായി നിന്ന് ലിങ്കൺ വോട്ട് ചോദിച്ച്.
തൻ്റെ കായിക ശക്തി പരിശോധിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ എത്ര ഭാരമുള്ള ചുമടും എടുത്തു പൊക്കാനും ലിങ്കൺ തയ്യാറായിരുന്നു. 10 ദിവസം ലിങ്കൺ വോട്ടഭ്യർത്ഥനയിൽ മുഴുകി. അത് വളരെ കുറഞ്ഞ സമയമായിരുന്നു. സുഹൃത്തുക്കളും അയൽക്കാരുമെല്ലാം ലിങ്കൻ്റെ വിജയം ഉറപ്പിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ലിങ്കൺ പരാജയപ്പെട്ടു. ലിങ്കൺ പ്രശസ്തനായിരുന്ന പ്രദേശങ്ങളിലെല്ലാം ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. പക്ഷേ ലിങ്കണെ ഒട്ടും പരിചയമില്ലാതിരുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് വോട്ട് ലഭിക്കാതിരുന്നത്. തന്നെ പരിചയമുള്ള ആളുകളെല്ലാം തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന അറിവ് ലിങ്കണ് പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും നൽകി. 1834 നടന്ന തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വമായിരുന്നു ലിങ്കൻ്റെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് അനുഭവം. വിഗ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇല്ലിനോയി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കാണ് ലിങ്കൺ മത്സരിച്ചത്. പ്രസിഡന്റ് ആൻഡ്രൂ ജാക്സന്റെ രാഷ്ട്രീയ എതിരാളികൾ 1834 രൂപീകരിച്ച പാർട്ടിയായിരുന്നു വിഗ് പാർട്ടി. 1834 ഓഗസ്റ്റ് 4 ഇല്ലിനോയി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ലിങ്കൺ മികച്ച പ്രചാരണം നടത്തിയിരുന്നു. ലിങ്കണും കൂട്ടുകാരും രാപ്പകലില്ലാതെ കാടും മേടും കടന്ന് ജനവാസ കേന്ദ്രങ്ങളിലെത്തി ആളുകളെ കണ്ടു. ലിങ്കൺ സുപരിചിതനായിരുന്ന പല സ്ഥലങ്ങളിലെയും ആളുകളുടെ മുഖഭാവത്തിൽ നിന്നു തന്നെ സുഹൃത്തുക്കൾ ലിങ്കൻ്റെ വിജയം ഉറപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ ലിങ്കൺ വിജയിച്ചു. വിജയം ലിങ്കണ് കാര്യമായൊന്നും നൽകിയില്ല. ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്യണമെന്നതായിരുന്നു അവസ്ഥ. നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്നിട്ടും ലിങ്കൺ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നു. നിയമനിർമ്മാണ സഭയിലേക്ക് ലിങ്കൺ പലപ്പോഴായി തിരഞ്ഞെടുക്കപ്പെട്ടു. 8 വർഷക്കാലം ലിങ്കൺ സഭയിൽ പ്രവർത്തിച്ചു. 8 വർഷക്കാലത്തെ സഭാ ജീവിതത്തിനിടയിൽ കാര്യമായൊന്നും സംഭവിച്ചില്ല. ഇല്ലിനോയിയുടെ തലസ്ഥാനം വണ്ടാരിയിൽ നിന്നും സ്പ്രിംഗ്ഫീൽഡിലേക്ക് മാറ്റി എന്നതായിരുന്നു ഇക്കാലത്ത് സഭ കൈക്കൊണ്ട പ്രധാന നടപടി. ലിങ്കണാണ് ഈ ചുമതല ഏറ്റെടുത്തത്. വളരെയധികം പ്രയാസം നിറഞ്ഞ ഒരു ദൗത്യമായിരുന്നു ഇത്. ഒരു തലസ്ഥാനം മാറ്റുക എന്നത് പല ആരോപണങ്ങളും ജനരോക്ഷവും ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രക്രിയയാണ്. ലിങ്കൺ അത് വിജയകരമായി നിർവഹിച്ചു. സ്പ്രിംഗ്ഫീൽഡ് പിന്നീട് ലിങ്കൻ്റെ ഇഷ്ടദേശമായി മാറി. ഇക്കാലത്ത് പ്രവചനാത്മകമായ ഒരു സംഭവം ലിങ്കൻ്റെ ജീവിതത്തിലുണ്ടായി. നിയമനിർമ്മാണ സഭയിലെ അംഗമെന്ന നിലയിൽ ലിങ്കൺ നേരിട്ട പ്രധാന പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു അത്. അക്കാലത്ത് അത് മാരകമായ ഫലങ്ങളുണ്ടാക്കുന്ന ഒന്നായിരുന്നു. അടിമത്ത വ്യവസ്ഥ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു സമ്പ്രദായമായി നിലനിന്നിരുന്ന 1837 അത് സംഭവിച്ചത്. അടിമത്തത്തെ അനുകൂലിക്കുന്നവർ സമൂഹത്തിലെ പ്രബല ശക്തിയായിരുന്ന അക്കാലത്ത് നിയമനിർമ്മാണ സഭയിൽ ലിങ്കൺ അടിമത്തത്തിനെതിരെ സംസാരിച്ചു. അടിമത്തത്തെ എതിർക്കുന്നവനെ ചെകുത്താനോ രാക്ഷസനോ ഒക്കെയായി കാണുന്നവരായിരുന്നു ലിങ്കന് ചുറ്റും. അടിമത്തത്തെ എതിർക്കുന്നവരെ ദേശദ്രോഹികളായി കാണുന്നവരുമുണ്ടായിരുന്നു. ഇക്കാലത്ത് അടിമത്തത്തെ അനുകൂലിക്കുന്ന ഒരു പ്രമേയം സഭ പാസാക്കാൻ തീരുമാനിച്ചു. സഭയിൽ അടിമത്തത്തിനെതിരെ ചിന്തിക്കുന്നവരുമുണ്ടായിരുന്നുവെങ്കിലും പ്രമേയത്തെ ആരും എതിർത്തില്ല. അടിമത്തത്തെ എതിർക്കുന്നത് രാഷ്ട്രീയപരമായ ഒരു ആത്മഹത്യയായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. രാഷ്ട്രീയമായ മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ലിങ്കൺ അടിമത്തത്തെ എതിർത്ത് സംസാരിച്ചു. അടിമത്തം തെറ്റാണ്, അടിമത്തത്തെ അനുകൂലിക്കുന്ന ഈ പ്രമേയവും തെറ്റാണ് എന്ന് ലിങ്കൺ പറഞ്ഞു. ലിങ്കൻ്റെ എതിർപ്പിനെ അതിജീവിച്ച് തന്നെ പ്രമേയം പാസ്സായി. സ്വന്തം രാഷ്ട്രീയ ഭാവിയിൽ താൽപ്പര്യമുള്ള ആരും പ്രമേയത്തെ എതിർത്തില്ല. ആദർശത്തിന് മുന്നിൽ ലിങ്കണ് രാഷ്ട്രീയ ഭാവി നിസ്സാരമായിരുന്നു. 1846 ലിങ്കൺ വീണ്ടും സ്ഥാനാർത്ഥിയായി. തെരഞ്ഞെടുപ്പിൽ ആകർഷകമായ ഭൂരിപക്ഷത്തിൽ തന്നെ ലിങ്കൺ ജയിച്ചു.
ബ്ലാക്ക് ഹാവക്ക് യുദ്ധകാലത്ത് പരിചയപ്പെട്ട മേജർ ജോൺ ടി സ്റ്റുവർട്ടാണ് ലിങ്കണെ നിയമം പഠിക്കാൻ ഉപദേശിച്ചു കൊണ്ടിരുന്നത്. ലിങ്കൺ വക്കീലാവുകയെന്ന ലക്ഷ്യത്തോടെ നിയമം പഠിക്കാൻ തുടങ്ങി. ലിങ്കന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ നിയമപഠനം. ഇല്ലിനോയ് സുപ്രീം കോടതിയിലെ 2 ജസ്റ്റിസുമാർ 1836 സെപ്റ്റംബർ 9 ലിങ്കണ് വക്കീലായി പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് നൽകി. പിന്നീട് 1837 മാർച്ച് 1 ലിങ്കൺ ഇല്ലിനോയ് സുപ്രീം കോടതിയിലെ ക്ലർക്കിന്റെ മുന്നിൽ ഹാജരായി ഒരു പ്രതിജ്ഞയെടുത്തു. യുണൈറ്റഡ് സ്റ്റേറ്റിന്റെയും ഇല്ലിനോയുടെയും ഭരണഘടനയെ പിന്തുണയ്ക്കുമെന്നതായിരുന്നു പ്രതിജ്ഞ. ഇതോടെ ഇല്ലിനോയിലെ ഏതു കോടതിയിലും പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ലിങ്കണ് ലഭിച്ചു. മേരിയുമായുള്ള ലിങ്കന്റെ വിവാഹം 1842 നവംബർ 4 നടന്നു. മേരിയുടെ സഹോദരി മിസ്സിസ് എഡ്വേർഡ്സിന്റെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം. ഉത്തമനായ ഒരു ഭർത്താവായി ലിങ്കൺ വിവാഹ ജീവിതം ആരംഭിച്ചു. തികച്ചും പരിഷ്കൃതയായ ഒരു കുടുംബിനിയായി മേരിയും ലിങ്കണോടൊപ്പം ജീവിച്ചു. 1844 സ്പ്രിംഗ്ഫീൽഡിൽ ലിങ്കന്റെ ഓഫീസിനടുത്ത് അവർ ഒരു വീട് വാങ്ങി താമസം ആരംഭിച്ചു. അവർക്ക് 4 കുട്ടികൾ ജനിച്ചു. 1843 ആദ്യ പുത്രൻ റോബർട്ട് ടോഡ് ലിങ്കന്റെ ജനനം. എഡി എന്ന് വിളിച്ചിരുന്ന എഡ്വേർഡ് ബേക്കർ ലിങ്കൺ 1846 ജനിച്ചു. കുട്ടികളോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നയാളായിരുന്നു ലിങ്കൺ. എന്നാൽ പുത്രന്മാരൊത്തുമുള്ള ആഹ്ലാദത്തിന്റെ ദിനങ്ങൾ നീണ്ടുനിന്നില്ല. 1850 ഫെബ്രുവരി 1 ക്ഷയരോഗം ബാധിച്ച് എഡ്വേർഡ് മരിച്ചു. ലിങ്കന്റെ വീടിനടുത്ത് ഹച്ചിൻസൺ സെമിത്തേരിയിൽ എഡിയെ അടക്കം ചെയ്തു. അടിമത്ത അനുകൂലികളെ എതിർത്തുകൊണ്ടാണ് 1854 ലിങ്കൺ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാവുന്നത്. 1856 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ദേശീയ സമ്മേളനം നടന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് ലിങ്കണെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തു. 1860 ആരംഭത്തിൽ തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുമെന്ന് ലിങ്കണ് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. 1860 നവംബർ 6 എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റായിരുന്നു ലിങ്കൺ. അടിമത്തം നിലനിന്നിരുന്ന തെക്കൻ സ്റ്റേറ്റുകളിൽ നിന്നല്ല, വടക്കൻ സ്റ്റേറ്റുകളിൽ നിന്നും പടിഞ്ഞാറൻ സ്റ്റേറ്റുകളിൽ നിന്നുമാണ് ലിങ്കണ് കൂടുതൽ പിന്തുണ ലഭിച്ചത്. ജെയിംസ് ബുക്കാനൻ ആയിരുന്നു ഇക്കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ്. അനീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു മഹാപ്രതിഭയായിരുന്നു ബുക്കാനൻ. ആഭ്യന്തര യുദ്ധം വൻ രക്തച്ചൊരിച്ചിലെത്തിക്കുക എന്നതായിരുന്നു ബുക്കാനന്റെ ആഗ്രഹം. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും താൻ താഴെ ഇറങ്ങുന്നതോടെ രാജ്യം നശിച്ചു കാണാനാണോ ബുക്കാനൻ ആഗ്രഹിക്കുന്നത് എന്ന് പോലും ലിങ്കൺ സംശയിച്ചിരുന്നു. പരീക്ഷണത്തിന്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നതെന്ന് എബ്രഹാം ലിങ്കൺ ഉറപ്പിച്ചു. 1861 ഫെബ്രുവരി 11 ലിങ്കൺ വീട് വിട്ട് വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ടു. മഞ്ഞുണ്ടെങ്കിലും വരണ്ട കാലാവസ്ഥയായിരുന്നു. അയൽക്കാരുടെയും സുഹൃത്തുക്കളുടെയും വലിയ ഒരാൾക്കൂട്ടം ലിങ്കനെ യാത്രയാക്കാൻ ഒത്തുകൂടിയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ വരെ എല്ലാവരും അദ്ദേഹത്തെ അനുഗമിച്ചു. ലിങ്കൺ ആൾക്കൂട്ടത്തോട് സംസാരിക്കാൻ കൈ ഉയർത്തി. എന്നാൽ ലിങ്കണ് ഒരു വാക്കും പറയാനായില്ല. വാക്കുകളുടെ പ്രിയ തോഴനായ ലിങ്കൺ വാക്കുകൾ കിട്ടാതെ ആളുകൾക്ക് മുന്നിൽ നിന്നു. നിശബ്ദത വേദനയായി വളർന്നു. ഒടുവിൽ ആഴമേറിയ ഇടറിയ ശബ്ദത്തിൽ ലിങ്കൺ പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളെ, വിട പറയുന്ന ഈ വേളയിൽ എനിക്കുള്ള ഈ ദുഃഖവികാരത്തെ ആരും അനുമോദിക്കുകയില്ല. ഇവിടെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. 1/4 നൂറ്റാണ്ടോളമായി ഇവിടെ ഞാൻ ജീവിക്കുന്നുണ്ട്. എൻ്റെ യുവത്വം ഈ സ്പ്രിംഗ്ഫീൽഡിലാണ് കഴിഞ്ഞു പോയത്. ഇവിടെ വെച്ചാണ് എൻ്റെ കുട്ടികൾ ജനിച്ചത്. എൻ്റെ ഒരു മകനെ അടക്കം ചെയ്തിട്ടുള്ളതും ഇവിടെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനാവുമോ എന്ന് എനിക്ക് പറയാനാകില്ല. വാഷിംഗ്ടണിൽ എന്നെ കാത്തിരിക്കുന്നത് വലിയ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ്.
എല്ലാം നന്നായി വരും എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. എനിക്ക് പരാജയപ്പെടാനാവില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഏറ്റവും പ്രിയത്തോടെ ഞാൻ നിങ്ങളോട് വിട പറയുന്നു. 1861 മാർച്ച് 4-ാം തീയതി രാവിലെ ലിങ്കന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിച്ചു. അമേരിക്കയുടെ ഭരണഘടനയെ മാനിച്ചുകൊണ്ട്, രാജ്യത്തിൻ്റെ ഐക്യം സംരക്ഷിച്ചുകൊണ്ട് താൻ ഭരണം നടത്തുമെന്ന് ലിങ്കൻ പ്രസംഗത്തിൽ പറഞ്ഞു. അക്രമവും രക്തച്ചൊരിച്ചിലും കൂടാതെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത നിലനിർത്താൻ കഴിയുമെന്ന് ലിങ്കൻ പറഞ്ഞു. ദേശസ്നേഹത്തിൽ ഊന്നിയുള്ള ലിങ്കന്റെ പ്രസംഗം ഗംഭീരമായിരുന്നു. പ്രസിഡന്റ് ലിങ്കണിലേക്കാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ കണ്ണുകൾ മുഴുവനും തുറന്നിരിക്കുന്നത്. പലരും പല ചോദ്യങ്ങളും സ്വയം ഉന്നയിച്ചുകൊണ്ടിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും വിമോചന പോരാളികളുമെല്ലാം ലിങ്കന്റെ ചലനങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു. സത്യവാനും ധീരനുമായ ഈ മനുഷ്യൻ എന്തു ചെയ്യുമെന്നതായിരുന്നു ആളുകളുടെ ചിന്ത. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം ഇടവേളകളില്ലാതെ തുടരുകയായിരുന്നു. യുദ്ധത്തിൽ ഇരുപക്ഷത്തുമുള്ള ധാരാളം പേർ കൊല്ലപ്പെട്ടു. 1863 നവംബർ 19 പെൻസിൽവേനിയയിലെ ഗെറ്റിസ്ബർഗിലുള്ള ബാറ്റിൽ ഫീൽഡ് സെമിത്തേരിയിലെ ശവമടക്കു ചടങ്ങുകൾക്ക് ശേഷം ലിങ്കൺ ഒരു പ്രസംഗം നടത്തി. യൂണിയൻ പടയാളികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രസംഗം ലോകം ശ്രവിച്ച ഏറ്റവും മഹത്തായ പ്രസംഗങ്ങളിലൊന്നായിരുന്നു. രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച പടയാളികൾക്ക് ലിങ്കൺ വാക്കുകളിലൂടെ നടത്തിയ അനശ്വരതയാണ് ഈ പ്രസംഗം. 1865 ഏപ്രിൽ 1 തെക്കുകിഴക്കൻ വിർജീനിയയിലും പീറ്റേഴ്സ്ബർഗിലും വെച്ചുണ്ടായ യുദ്ധം കോൺഫെഡറേഷൻ സേനയുടെ വാട്ടർലൂ എന്നാണ് അറിയപ്പെടുന്നത്. യുദ്ധകാലത്ത് യൂണിയൻ സൈന്യത്തിൽ ചേർന്ന് രാജ്യത്തിനു വേണ്ടി പോരാടാനുള്ള അവസരം ലിങ്കൺ കറുത്തവർഗക്കാരായ അടിമകൾക്ക് നൽകി. ആഭ്യന്തര യുദ്ധം അമേരിക്കയുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളെയെല്ലാം സ്വാധീനിച്ചു. അമേരിക്കൻ യൂണിയനെ സംരക്ഷിക്കുക എന്നതായിരുന്നു യുദ്ധത്തിൻ്റെ പ്രഥമ ലക്ഷ്യം. യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാള മേധാവികളെല്ലാം അതിനു തന്നെയാണ് ഊന്നൽ കൊടുത്തിരുന്നത്. എന്നാൽ ലിങ്കന്റെ രഹസ്യാഭിലാഷം അടിമത്തത്തിന് അറുതി വരുത്തുക എന്നതായിരുന്നു. രാഷ്ട്രത്തലവനെന്ന നിലയിൽ അമേരിക്കയുടെ ഐക്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴും മനുഷ്യനെന്ന നിലയിൽ ലിങ്കൻ ആഗ്രഹിച്ചത് തെക്കൻ സംസ്ഥാനങ്ങളുടെ പതനത്തിലൂടെ അടിമത്തം അവസാനിപ്പിക്കാൻ കഴിയും എന്നത് തന്നെയായിരുന്നു. US എല്ലായിടത്തും പെട്ടെന്ന് അടിമത്തം ഇല്ലാതെയാക്കാൻ കഴിയുമെന്ന് ലിങ്കൺ വിശ്വസിച്ചില്ല. നിയമനിർമ്മാണത്തിലൂടെ പടിപടിയായി നടപ്പിലാക്കി ലക്ഷ്യം കാണേണ്ട ഒരു പ്രക്രിയയായാണ് അടിമത്ത നിർമ്മാർജ്ജനത്തെ ലിങ്കൺ കണ്ടത്. US ഭരണഘടനയിൽ 13ാം ഭേദഗതി കൊണ്ടുവന്ന് അടിമത്തത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ ലിങ്കൺ മുൻകൈയെടുത്തു. 1864 ഏപ്രിൽ 8 ഈ ഭേദഗതി സെനറ്റ് പാസാക്കിയത്. യുദ്ധത്തിൻ്റെ അവസാന വർഷങ്ങളിൽ ലിങ്കൺ കറുത്തവരുടെ വോട്ടവകാശത്തെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നതും ചർച്ച ചെയ്തിരുന്നതും. വൈറ്റ് ഹൗസിൻ്റെ വാതിലുകൾ കറുത്തവരായ സന്ദർശകർക്ക് മുന്നിൽ ലിങ്കൺ എപ്പോഴും തുറന്നിട്ടിരുന്നു. മുമ്പ് ഒരു പ്രസിഡന്റും അങ്ങനെ ചെയ്തിട്ടില്ല. കറുത്തവരെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ച ആദ്യത്തെ പ്രസിഡന്റ് ലിങ്കണാണ്. പ്രസിഡന്റ് ആയതോടെ അധികാരത്തിൻ്റെ ഭാഷയിൽ മാത്രം സംസാരിക്കുകയും അതിൻ്റെ ശരീരഭാഷ സ്വീകരിക്കുകയും ചെയ്യാൻ ലിങ്കൺ ആവുമായിരുന്നില്ല. സാധാരണക്കാരായ മനുഷ്യരുമായുള്ള സൗഹൃദം ലിങ്കൺ എല്ലായ്പ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. നിഷ്കളങ്കരായ കൃഷിക്കാരെയും തൊഴിലാളികളെയും വീട്ടുജോലിക്കാരെയും എല്ലാം ലിങ്കൺ സ്നേഹിച്ചു. ആ മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് താൻ വൈറ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നതെന്ന ബോധ്യം എന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആഭ്യന്തര യുദ്ധം വരുത്തിയ നാശനഷ്ടങ്ങൾ ലിങ്കനെ വളരെയധികം ദുഃഖിപ്പിച്ചിരുന്നു. യുദ്ധം അവസാനിച്ചു. ലിങ്കനെ ഒരു ഭരണാധികാരിയായി അംഗീകരിക്കാതിരുന്നവരും ഇപ്പോൾ US യൂണിയന്റെ വിജയത്തിൽ ലിങ്കന്റെ പങ്ക് അംഗീകരിച്ചു. എന്നാൽ വിജയം ലിങ്കണിൽ ആവേശം ജനിപ്പിച്ചില്ല. യുദ്ധത്തിൽ ജയിച്ച പടയാളികളെയും തോറ്റ പടയാളികളെയും ലിങ്കൺ ഒരുപോലെ തന്നെ കണ്ടു.
സുഹൃത്തുക്കളെയും ശത്രുക്കളെയും ഒരേ കണ്ണുകൊണ്ട് അംഗീകരിക്കാനുള്ള കഴിവ് ജ്ഞാനിയായ ഒരു മനുഷ്യന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ലിങ്കണ് അത് സാധ്യമായി. ജോൺ വിൽക്സ് ബൂത്ത് എന്ന പ്രസിദ്ധനായ നടൻ ലിങ്കന്റെ താമസ സ്ഥലത്തിന് അല്പമകലെ തൻ്റെ പ്രതിശ്രുത വധുവായ ലൂസി ഹെയിലിനോടൊപ്പം ഒരു പ്രധാന ദൗത്യവുമായി എത്തിയിട്ടുണ്ടായിരുന്നു. അടിമത്തം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനോട് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ബൂത്തിന്. ബൂത്തും മറ്റ് ചില ഗൂഢാലോചനക്കാരും എബ്രഹാം ലിങ്കനെ തട്ടിക്കൊണ്ടു പോകാൻ പദ്ധതിയിട്ടിരുന്നു. പിന്നീട് അത് ലിങ്കനെ വധിക്കാനുള്ള പദ്ധതിയാക്കി അവർ മാറ്റി. ലിങ്കൻ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് ബൂത്ത് തീരുമാനിച്ചിരുന്നു. ആഭ്യന്തര യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നാണ് ബൂത്ത് കരുതിയത്. റീ ഇലക്ഷനിൽ ജയിച്ച് ലിങ്കൻ രണ്ടാമതും പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വിൽക്സ് ബൂത്ത് പങ്കെടുത്തിരുന്നു. 1865 ഏപ്രിൽ 11 ലിങ്കൻ വൈറ്റ് ഹൗസിൽ പ്രസംഗിക്കുമ്പോൾ ആളുകൾക്കിടയിൽ ബൂത്തുമുണ്ടായിരുന്നു. അടിമത്തം അവസാനിപ്പിച്ച് അടിമകളെയെല്ലാം സ്വദേശികളാക്കി മാറ്റി അവർക്ക് വോട്ടവകാശം നൽകുന്നതിനെക്കുറിച്ചാണ് ലിങ്കൺ പ്രസംഗിച്ചത്. അമേരിക്കയിലെങ്ങും അറിയപ്പെടുന്ന നാടക നടനായിരുന്നതുകൊണ്ട് ബൂത്ത് വരുന്നതും പോകുന്നതുമെല്ലാം ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. ആർക്കും ഒരു സംശയവും തോന്നിയില്ല. പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ അവർ അമേരിക്കൻ കസിൻ എന്ന നാടകം കാണാൻ വൈകുന്നേരം തിയേറ്ററിലേക്ക് വരുന്നുണ്ടെന്ന് ഹെൻറി ക്ലെഫോർഡിൽ നിന്നും ബൂത്ത് മനസ്സിലാക്കി. പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം വളരെ കുറച്ച് സമയം മാത്രമേ ലിങ്കൺ ഉറങ്ങിയിരുന്നുള്ളൂ. 5 വർഷക്കാലത്തെ വൈറ്റ് ഹൗസ് വാസകാലത്തിനിടയിൽ 1 മാസത്തിൽ താഴെ മാത്രമേ ലിങ്കൺ തൻ്റെ ജോലികളിൽ നിന്നും വിട്ടുനിന്നിട്ടുള്ളൂ. അത് പലപ്പോഴും നാടകം കാണാനും മറ്റുമായിരുന്നു. പുസ്തക വായനയും നാടകം കാണലും മാത്രമായിരുന്നു ലിങ്കന്റെ സ്വകാര്യ സന്തോഷങ്ങൾ. നാടകം കണ്ടുകൊണ്ടിരിക്കെ ലിങ്കണ് കുളിര് തോന്നി. ഷാള് കൊണ്ട് പുതയ്ക്കാൻ മേരി അദ്ദേഹത്തോട് പറഞ്ഞു. ലിങ്കൺ തൻ്റെ കറുത്ത കോട്ട് ധരിച്ച് കാലുകൾ നീട്ടിവെച്ച് കസാരയിൽ ചാഞ്ഞിരുന്നു. എല്ലാവരും നാടകത്തിൽ സ്വയം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നാടക നടനായ വിൽക്സ് ബൂത്ത് തൻ്റെ ഓരോ അടിവെപ്പിനും ശ്രദ്ധിച്ച് തിയേറ്ററിൻ്റെ വരാന്തകളിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അരങ്ങിൽ നടൻ ഹാരി ഹാവുക്ക് ഹാസ്യാഭിനയം കൊണ്ട് ആളുകളെ മുഴുവൻ ചിരിയുടെ ഉറ്റ തോടരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്റർ മുഴുവൻ കൂട്ടച്ചിരിയുടെ അലയടിയിലാണ്. ആ സമയം ബൂത്ത് പ്രസിഡന്റ് ഇരിക്കുന്ന ബോക്സിന് തൊട്ട് പിന്നിലുള്ള വാതിൽ തുറന്നു. പിസ്റ്റൽ കയ്യിലെടുത്ത് ലിങ്കന്റെ ഇടത് ചെവിയുടെ പിൻഭാഗത്തെ ലക്ഷ്യം വെച്ച് നിറയൊഴിച്ചു. അയാൾ പിന്നെ സ്റ്റേജിലേക്ക് ചാടിക്കയറി. 6 സെപ്റ്റംബർ ടെറാനിസ് എന്നയാൾ വിളിച്ചു പറഞ്ഞു. സ്വേച്ഛാധിപതികൾക്ക് എപ്പോഴും ഇങ്ങനെ എന്നാണ് ആ ലാറ്റിൻ വാചകത്തിന്റെ അർത്ഥം. പ്രസിഡന്റിന് വെടിയേറ്റ വിവരം തിയേറ്റർ മുഴുവൻ അറിഞ്ഞു. വെടിയുണ്ട ലിങ്കന്റെ തലച്ചോറിലേക്ക് തുളച്ചു കടന്നിരുന്നു. വെടിയേറ്റയുടൻ തന്നെ ലിങ്കണ് ബോധം നഷ്ടപ്പെട്ടു. ഉറങ്ങുന്നത് പോലെ അദ്ദേഹം കസാരയിൽ ചാഞ്ഞു കിടക്കുകയാണ്. ലിങ്കണ് സംഭവിച്ചതുപോലുള്ള മുറിവേറ്റ ഒരാൾ സാധാരണഗതിയിൽ 2 മണിക്കൂറിനുള്ളിൽ മരണപ്പെടുമെന്നാണ് ഡോക്ടർമാർ കണക്ക് കൂട്ടുന്നത്. എന്നാൽ ലിങ്കൺ 9 മണിക്കൂർ നേരം ജീവനോടെ കിടന്നു. 1865 ഏപ്രിൽ 15 രാവിലെ 7:22 ലിങ്കൺ അന്തരിച്ചു. 56 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അമേരിക്കയിലെ ഒരു വിഭാഗം പട്ടാളക്കാരും കുറ്റാന്വേഷകരും വിൽക്സ് ബൂത്തിനെ തേടി നടക്കുകയായിരുന്നു. ലിങ്കണെ വെടിവെച്ച ശേഷം കുതിരപ്പുറത്ത് പാഞ്ഞുപോയ അയാൾ ഒടുവിലെത്തിയത് വിർജീനിയയിലെ പോർട്ട് റോയലിലുള്ള റിച്ചാർഡ് എച്ച് ഗാരറ്റിന്റെ പുകയില കൃഷിക്കളത്തിലാണ്. 1865 ഏപ്രിൽ 26 യൂണിയൻ സൈനികർ ഈ കളപ്പുര വളഞ്ഞു. സൈനികരിൽ ഒരാൾ ബൂത്തിന് നേരെ വെടിവെച്ചു. ബൂത്തിന്റെ കഴുത്തിലാണ് വെടിയേറ്റത്. വളരെ പ്രയാസപ്പെട്ട് ബൂത്ത് പട്ടാളക്കാരോട് സംസാരിച്ചു. ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി മരിച്ചു എന്ന് എൻ്റെ അമ്മയോട് പറയൂ എന്ന് അയാൾ പറഞ്ഞു. വേദന കുറയാൻ തൻ്റെ ശരീരം ഒന്ന് തിരിച്ചു കിടത്താൻ അയാൾ സൈനികരോട് ആവശ്യപ്പെട്ടു. അയാൾ സ്വന്തം കൈകളിലേക്ക് നോക്കി പെറുപെറുത്തു. യൂസ്ലെസ്, യൂസ്ലെസ്. അതായിരുന്നു ബൂത്തിന്റെ അവസാന വാക്കുകൾ.
അയാൾ മരിച്ചു. ലോകത്തിലെ ഏറ്റവും അർത്ഥശൂന്യമായ ഒരു പ്രവൃത്തിയാണ് അയാൾ ചെയ്തത്. ആലോചിക്കും തോറും ആ അർത്ഥശൂന്യതയുടെ ആഴം വർദ്ധിക്കുകയേ ഉള്ളൂ. സ്പ്രിംഗ്ഫീൽഡിലുള്ള ഓക്ക് റിഡ്ജ് സെമിത്തേരിയിലെ ലിങ്കന്റെ ശവകുടീരം മഹത്വത്തിന്റെ കിരീടം പോലെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം സന്ദർശകർ വന്നെത്തുന്ന ശവകുടീരങ്ങളിൽ ഒന്നാണിത്. ലിങ്കണിൽ ഒരു അതിമാനുഷനെ കാണുന്നവർ പോലുമുണ്ട്. ലിങ്കന്റെ മരണശേഷം അദ്ദേഹത്തെക്കുറിച്ച് പല കഥകളും പ്രചരിച്ചു. സ്വപ്നം കാണുന്ന ഒരു ആട്ടിടയനെ പോലെ ലിങ്കൺ ചരിത്രത്തിലൂടെ നടന്നുപോയി. നിങ്ങൾ ജീവിച്ച വർഷങ്ങളല്ല, ആ വർഷങ്ങളിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നതാണ് ഒടുവിൽ കണക്കാക്കപ്പെടുക എന്നൊരിക്കൽ ലിങ്കൺ പറഞ്ഞു. ആ വാക്കുകളുടെ അർത്ഥപൂർണമായ സാക്ഷ്യം തന്നെയായിരുന്നു ലിങ്കന്റെ ജീവിതം.